പരാതികൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ, രമേശ് ചെന്നിത്തലയല്ലേ. അപ്പോൾ പരാതി കിട്ടാണ്ടല്ല, പരാതി കിട്ടിയിട്ടും കുറേ പരാതി കിട്ടിയതിന് ശേഷമാണ് കോൺഗ്രസ് നടപടി നടത്തുന്നത്. അല്ല, കോൺഗ്രസിനാണ് ഐശ്വര്യം, കോൺഗ്രസിൻ്റെ ഐശ്വര്യം. അതാണല്ലോ ചെറിയ ബിൽപ്പ് പറഞ്ഞത്, അടുത്ത മുഖ്യമന്ത്രിയാവും, അടുത്ത മുഖ്യമന്ത്രിയാവുന്നു. ആരും ആവേണ്ട ആളല്ലേ. ഷാഫി പറമ്പിൽ ഏതാണ്ട് ഇതേ ഒരേ മുഖത്തിന് കെട്ടേണ്ട ആളുകൾ തന്നെയാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് ആരോപണം വന്നിരിക്കുന്നു, MP ഗോവിന്ദൻ പത്തനംതിട്ടയിൽ എത്തിയത് പത്മകുമാറിനെ സംരക്ഷിക്കുന്ന ഉറപ്പ് നൽകാൻ വേണ്ടിയാണ്, അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാത്തത് മറ്റുള്ളവരുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്നത് ആരോപണം വന്നിരിക്കുന്നു. ആരെ പേര് പറഞ്ഞോട്ടെ പോരെ, അതാണ് സണ്ണിക്കുള്ള മറുപടി. ആരെ പേരും പറഞ്ഞോട്ടെ, അതിനൊന്നും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല എന്ന് നിങ്ങൾ ഈ സണ്ണി പറയുന്ന പോലെ ആ കാര്യം. പക്ഷേ അല്ല, കോടതി നിരന്തരം ജാമ്യം പോലും നിഷേധിച്ചോട്ടെ. പാർട്ടി സംരക്ഷിക്കുന്നത് എന്തിന് പാർട്ടി സംരക്ഷിക്കുന്നത്? ആര് പാർട്ടി സംരക്ഷിക്കില്ല എന്നല്ലേ ഉറപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? മലയാളം മനസ്സിലാകുന്നില്ലേ? എന്താ ചോദിക്കുന്നത്? സംരക്ഷിക്കുന്നത് ജയിലിൽ സംരക്ഷിക്കുന്നതാ. അത് ജുഡീഷ്യൽ കസ്റ്റഡി അല്ലേ, പാർട്ടി സംരക്ഷണം അല്ല. ഈ കോടതിയുടെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കുന്നതിന് എന്താ പറയാ, റിമാൻഡ്. എന്ത് ആരെ കസ്റ്റഡിയില്ല? ആരെ കസ്റ്റഡിയില്ല? അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തിന്റെ സംരക്ഷണമാണെന്ന്, ഞങ്ങൾ ആരെ സംരക്ഷിക്കാനാ? ഞങ്ങൾ ഒരു കാര്യം ഉറപ്പാണ്, പകുതി ബന്ധ നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. വിവരങ്ങൾ കൃത്യമായിട്ട് വരട്ടെ, വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത്രയും പറഞ്ഞു, എല്ലാ ദിവസവും പറഞ്ഞു. എന്നിട്ടും മറുപടി പറയാൻ സാധിക്കാതിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും തോന്നിയ ദിവസം പറയുക. അതിന് പറയുന്ന മറുപടി, അതിന് മറുപടി ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. കോൺഗ്രസ് ഷാഫിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കക്ഷി. അല്ല, ജയിലിൽ പോകാൻ പഠിച്ചിട്ടില്ലേ? അണ്ടർഗ്രൗണ്ടിലല്ലേ? അല്ല, ഇപ്പം എന്ത് വിവരം കിട്ടിയെങ്കിൽ ഇപ്പോൾ പറ, എന്താ കാര്യം? പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതല്ലേ. അതിൽ ഇവരെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം എന്താണെന്നുള്ള കാര്യം വരട്ടെ, വരുമല്ലോ. അതിന് നിങ്ങൾക്ക് വെപ്രാളത്തിനാണെന്ന് ആവശ്യമില്ലാതെ വെപ്രാളപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾക്കില്ലാതെ വെപ്രാളം നിങ്ങൾക്ക് എന്തിനാ? ഞങ്ങളുടെ കേരളം സംബന്ധിച്ച് അത് നിങ്ങളുടെ കടലാസിലല്ലേ, നിങ്ങളുണ്ടാക്കിയ കടലാസിന്റെ ഭാഗമായിട്ടില്ലേ ഞങ്ങളെല്ലാം അറിയും. ഞങ്ങളുടെ മുമ്പിൽ അത് വന്നോ? വരട്ടെ, അത് മുഴുവൻ വരും. വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കും. ഏത് അല്ല, നിലവിലുള്ള ഇനി മാറുമല്ലോ, പുതിയ വരുമല്ലോ, പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതും കൂടി വരട്ടെ. SIT-നെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും പിടിച്ചിട്ടുണ്ട്, ഇനിയും പിടിക്കുന്നല്ലേ പറഞ്ഞാൽ. ഇല്ല, SIT-ൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല. SIT ആയിട്ട് യാതൊരു തരത്തിലുള്ള തർക്കവും ഞങ്ങൾക്കില്ല. SIT-ക്ക് പരിപൂർണമായ പിന്തുണയാണ്. ആരെ പിടിക്കുന്നതിനും ഞങ്ങൾ പൂർണ്ണമായി യോജിപ്പുമാണ്, അതിന് തർക്കമില്ല. അതിന് നമ്മൾ എന്തിനാ വിചാരം? ആയിക്കോട്ടെ, നിഗമനങ്ങളല്ലേ, ആയിട്ടില്ല, പൂർണ്ണമാവട്ടെ. ഇനി 1.5 മാസം കൂടി ഉണ്ടല്ലോ അന്വേഷിക്കട്ടെ, പൂർണ്ണമായിട്ട് അന്വേഷിച്ച് വരട്ടെ. ഞങ്ങൾക്ക് അതിൽ തിരക്കൊന്നുമില്ല, പോരെ. ഒരു സംശയമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, എനിക്ക് നാളെ വാർത്ത കൊടുക്കാനാണ്. ഇങ്ങനെയല്ല ഓരോന്നും ഇങ്ങനെ ഉദ്ദേശിച്ച് നടക്കുന്നത്. അങ്ങനെ വളരെ ലളിതമായിട്ട് ഉത്തരം എൻ്റെ ഭാഗത്തുണ്ടാവുന്നു, അത് നിങ്ങൾക്കൊരു വാർത്തയാക്കാമെന്ന് വിചാരിച്ചിട്ടാണോ? ഇല്ലില്ല, സസ്പെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. പാർട്ടിക്ക് ഇതെല്ലാം സംബന്ധിച്ച് എത്രത്തോളം എങ്ങനെയൊക്കെ എന്നുള്ളതിനെ പറ്റി വ്യക്തത വന്നാൽ പാർട്ടി നിലപാട് സ്വീകരിക്കും. അതാ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ മലയാളത്തിലേ പറഞ്ഞത്. അത് കൊടുക്കാനാണ് എൻ്റെ വായ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ്. വ്യക്തത വരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ, അത്രയേ ഉള്ളൂ കാര്യം. നിങ്ങളേതാ പത്രം? ഭീഷണത്തിന് പിന്നെ ഭയൊന്നും വരില്ല, അത് വിശ്വാസം. ശരി, ആയില്ലേ? സ്ഥാനാർത്ഥികളെ ബന്ധപ്പെട്ട് നേരത്തെ തലശ്ശേരിയിലാവട്ടെ, പട്ടത്താവട്ടെ, ഏറ്റവും കൂടുതൽ പയ്യന്നൂരിലടക്കം പ്രതികളും ശിക്ഷിക്കപ്പെട്ടവരടക്കം സ്ഥാനാർത്ഥികളായി ഒരു വിമർശനമൊക്കെ വരുന്നുണ്ട്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ ഇക്കാര്യത്തിലുള്ള നിലപാടെന്താണ്? ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടവരൊക്കെ സ്ഥാനാർത്ഥികളാകുന്ന ഒരു നല്ല സന്ദേശമാണോ? ശിക്ഷിക്കപ്പെട്ട അതായത്
കോടതി 20 വർഷം ശിക്ഷിക്കപ്പെട്ടവരടക്കം സ്ഥാനാർത്ഥിയാണ്, CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക. ആയിക്കോട്ടെ. അതുപോലെ പ്രതികളുണ്ട്, വധശ്രമ കേസ് പ്രതികളുണ്ട്, വധക്കേസ് പ്രതികളുണ്ട്. ഇത് പാർട്ടിയുടെ ഒരു നിലപാട് സംസ്ഥാന നേതൃത്വം. അല്ല, ഇതൊക്കെ കേസിലൊക്കെ പ്രതികളാവുന്നതൊക്കെ ആരാ പ്രതികളാവാത്തവരും ചിലപ്പോൾ ശിക്ഷിക്കപ്പെടാത്തവരും അല്ല. ഒരുപാട് ആൾ ശിക്ഷിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾ. അതൊക്കെ നിയമപരമായിട്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് നിയമപരമായിട്ട് നോക്കാം. നോക്കാമെന്ന് അത് ഒരു കേസിൻ്റെ ഒരു കോടതി കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നില്ലല്ലോ. ഈ ജനാധിപത്യ സമൂഹത്തിനകത്ത് ഒരു കോടതിയുടെ വിധി വന്നാൽ ഇനി എത്ര കോടതികൾ ബാക്കിയുണ്ട്? അതൊക്കെ നോക്കാം നമുക്ക്. നിരപരാധികളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് കോടതി നിരപരാധികളല്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഗോവിന്ദ മാഷ് ഇങ്ങനെയാണ് നിരപരാധികളാണ് എന്ന് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനില്ലേ? ഞാനില്ല. ഒരു പാർട്ടിക്ക് ഒറ്റ മുഖയുള്ളൂ. ആ പാർട്ടിക്ക് ഇങ്ങനെ മുഖമില്ലാണ്ട് ഒരുപാട് മുഖം ഇങ്ങനെ പാർട്ടിക്ക് ഉണ്ടാകുക. അത് അവരും കൂടിയുണ്ട്. എന്താ കുഴപ്പമൊന്നും അതേപോലെ നിയമപരമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ നിയമപരമായിട്ട് കാര്യം കൈകാര്യം ചെയ്യാം. പോരെ? ആയിക്കോട്ടെ. ഇനി ആ ശിക്ഷ അവസാനത്തെ ശിക്ഷയെല്ലാം കുറ്റവാളി ശിക്ഷ ഇനിയും എത്രയുണ്ടെന്ന് അവസാനിച്ചിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ അതിന് മുമ്പേ സ്ഥാനാർത്ഥിയായിട്ടില്ലേ? ആ അതെ, ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ കോൺഗ്രസും ലീഗും എല്ലാം പൂർണ്ണമായിട്ട് ഒരു മുന്നണിയായിട്ടുള്ളത്. അത് ദുരവ്യാപകമായ ഫലമുളവാക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അവർ തൽക്കാലത്തേക്ക് 2 സീറ്റ് ജയിച്ചു വരാം. പക്ഷേ അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അഭിപ്രായം ആരെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർ കൂട്ടായി തീരുമാനിച്ചിട്ടല്ലേ തീരുമാനിക്കുന്നു. ആ UDF തീരുമാനിച്ചിട്ടുണ്ട്, UDF-ന്റെ ഭാഗമായി ലീഗും തീരുമാനിച്ചിട്ടുണ്ട്, കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട് കൂട്ടാൻ. അതാണ് സ്ഥിതി. അപ്പോൾ അവസാനിപ്പിക്കാമല്ലോ അല്ലേ?